ഹരിത നോയമ്പിനെ കുറിച്ചുള്ള പത്രവാർത്ത കണ്ട ഒരു ഓർത്തഡോക്സ് സഭാംഗത്തിന്റെ പ്രതികരണം. ഇന്ന് മനോരമയ്ക്കകത്തൊരു വാർത്ത കണ്ടേ, ഓർത്തഡോക്സുകാര് ഈ വർഷത്തെ നോയമ്പ് ഹരിത നോയമ്പായിട്ട് ആചരിക്കണം, പരിസ്ഥിതിയെ സംരക്ഷിക്കാനേ. അപ്പൊ അത് 5 ആഴ്ചയുണ്ട്, 5 രൂപത്തിലുള്ളതായ പ്രകൃതികളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അത് കല്ലട സെന്റ് മേരീസ് പള്ളിയിൽ അതിന്റെ ഉദ്ഘാടനം. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, പ്രകൃതിയെ ദൈവം സംരക്ഷിച്ചോളും. ഈ പാതിരിമാരെ, മഹാപാതിരിമാരുടെയും നടപടികളും മറ്റു ചില പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദോഷങ്ങൾ മാറി അവരൊരു മാനസാന്തര അനുഭവത്തിൽ വരാൻ വേണ്ടി ഈ നോയമ്പ് കാലത്ത് പ്രാർത്ഥിച്ചുകൂടെ? പ്രത്യേകിച്ച് ഈ നീക്കോദിമോസിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. എവിടെങ്കിലും പീഡനക്കാരും ഇങ്ങനെ ഒളിവിൽ പോകുന്നവരെയൊക്കെ സംരക്ഷണം കൊടുക്കുന്ന നിലയ്ക്കൽ ഭദ്രാസനം. ആ നീക്കോദിമോസിന് യേശുക്രിസ്തു പറഞ്ഞ രീതിയിൽ ഒരു വീണ്ടും ജനൻ, ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ഈ നോയമ്പ് കാലത്ത് പ്രാർത്ഥിക്കുകയല്ലേ ഇതിനേക്കാൾ നല്ലതെന്ന്. രണ്ടാമത്, ഇത് ആരംഭിക്കുന്ന കല്ലട സെന്റ് മേരീസ് പള്ളി എന്നാണ് പറയുന്നത്. ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. കള്ളടിച്ച് ഉദോന്മത്തനായി കല്ലടയാറ്റിൽ വീണ് മുങ്ങിച്ചത്ത ഒരു മെത്രാനുണ്ട് ഓർത്തഡോക്സ് സഭയിൽ. അതായത് കല്ലടയപ്പൂപ്പൻ എന്ന് പറയും. കല്ലടയപ്പൂപ്പൻ എന്നും പറഞ്ഞ് എവിടുന്നോ വന്നു കയറിയതായി മെത്രാന്റെ വേഷമുണ്ടെന്നേ ഉള്ളൂ. എങ്ങും അയാൾ കുർബാന ചൊല്ലിയതായിട്ടോ ഒരു സഭ നടത്തിയതായിട്ടോ രേഖയോ ചരിത്രമില്ല. അയാളാണ് ഈ പുത്തൻകാവിക്കാർക്ക് ഈ പാണ്ട് വരുത്തിയത്. പാണ്ട് വരുത്തിയതോ? പാണ്ട് അത് കേട്ടിട്ടില്ലയോ? ഇല്ല. ഈ പുള്ളിയെ പുത്തൻകാവിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളായിരുന്നു, അല്ലാതെ ആരും ക്ഷണിക്കുകയൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ പുത്തൻകാവിൽ ചെന്നപ്പോൾ ഈ പുള്ളി ഒരു ബഫൂണെന്ന് അവർക്ക് മനസ്സിലായി, ഡ്യൂപ്ലിക്കേറ്റ് മെത്രാനാണെന്നേ. അതുകൊണ്ട് അവര് ചക്കപ്പഴം കണ്ടെന്നേ അത് വേണമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കൈ തൂക്കാനായിട്ട് പഞ്ഞി കൊടുത്തു. ഈ പഞ്ഞിയുടെ മുഖത്തും കയ്യേലും എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചപ്പോൾ പിള്ളേരെല്ലാം കൂടെ കൂടി വിളിച്ച് ചിരിച്ചു. അപ്പോഴയ്യാക്ക് മനസ്സിലായി കളിയാക്കാനായിരുന്നു ഈ ചെയ്തതെന്നേ. അപ്പൊ നിനക്കൊക്കെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് തിരിച്ച പുള്ളി മാന്ത്രികനാണ്, ആത്മീയനല്ല, ദൈവാത്മാവല്ല, മാന്ത്രികനാണ്. അങ്ങനെ ഈ പുത്തൻകാവിക്കാർക്കൊക്കെ ഇപ്പോഴും ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് മരിക്കുന്നതിന് എപ്പോഴും ഈ ചെറിയലും കൈകളെ മുട്ടിനടി വശം കൂടെ പാണ്ടുവരും. ഞാൻ പറഞ്ഞത് ഈ പള്ളിയിലാണ് അയാളെ കുഴിച്ചിട്ടിരിക്കുന്നത്. അത് മധുവായിക്കകത്താണ് കുഴിച്ചു വെച്ചിരിക്കുന്നത്. അത് ഈ കല്ലടയാറ്റിൽ അന്ന് മുട്ടുന്നീ വെള്ളമില്ല. പക്ഷെങ്കിൽ ഈ കള്ളടിച്ചും ഓവറായി പോയത് കൊണ്ട് ഈ തന്നെത്താൻ എഴുന്നേക്കാൻ വയ്യാതെ മൂക്ക് കല്ലേലടിച്ച് അവിടെ കിടഞ്ചാകുകയായിരുന്നു. ചരിത്രമായത്, അല്ല ചുമ്മാ കെട്ടുകഥ പറയുന്നതല്ല. മെത്രാനാന്നിൽ അയാളെ വിളിക്കുന്ന കല്ലടയപ്പൂപ്പൻ എന്നാണ് വിളിക്കുന്നത്. അന്ത്രയോസ് ബാവാന്ന് ഇങ്ങനൊക്കെ ഓരോ പേരുകൾ പറയുന്നുണ്ട്. ആ കല്ലട പള്ളിയിൽ ഇയാൾ താമസിച്ചിരിക്കുന്ന പരിമല തിരുമേന്റെ ആദ്യകാല വസതി പോലെ ഇയാൾ താമസിച്ചിരുന്ന ഒരു മുറിയൊക്കെ പ്രത്യേകം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആദ്യകാല വസതി എന്നും പറഞ്ഞു. കല്ലട എന്ന് പറയുന്നത് അറിയാമോ? ഈ കൊല്ലത്തിന് കിഴക്കാ. എനിക്കറിയാം. അവിടെയാണ് അവൻ മധുവായിക്കകത്ത് കുഴിച്ചത്. ആ പള്ളിയിനായി തുടങ്ങുന്ന ഈ ഹരിത നോയമ്പ്. അപ്പം നമുക്ക് ഈ കല്ലടയുടെ വിഷയം അല്ലെങ്കിലും അത് ഞാൻ ബാഹ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രകൃതിയെ ദൈവം സംരക്ഷിച്ചോളും. അതിന് വേറെ ആരും അതിന് ജാമ്യം നിൽക്കുകയോ അതിന് കൂട്ട് നിൽക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും വേണ്ട. അത് പ്രകൃതിയിൽ നിന്നുള്ള മഞ്ഞും മഴയേറ്റ് പ്രകൃതി ജീവിച്ചോളും. പക്ഷെങ്കിൽ ദുഷ്ടപ്രകൃതിയാകുന്ന, ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും വലിയ ദുഷ്ടപ്രകൃതിയാകുന്ന ഈ കുപ്പായ തൊഴിലാളികൾക്ക് ഒരു മാനസാന്തരം വരണം. ഈ നോയമ്പിന്റെ ആവശ്യമില്ല, ഇത് പിന്മാറി കിട്ടിയാൽ മതി. ഈ ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അതിന് ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഈ പാതിരിമാരാ. ഇത് കുഞ്ഞാടിന്റെ വേഷം പൂണ്ട ചെന്നായാണ്. ശബ്ദത്തിൽ ഇവര് യാക്കോബാണെങ്കിലും ശരീരത്തിൽ ഇവര് ഏശാവാ. ഈ ആത്മീയമായിട്ട് ബന്ധമില്ല. ഈ ടാപ്പിങ്ങുകാരൻ കത്തിയെടുത്ത് റബ്ബർ വെട്ടാൻ പഠിച്ചതുപോലെ, ബാർബർ കത്തിയെടുത്ത് മുടി വെട്ടാൻ പഠിച്ചതുപോലെ സെമിനാരിൽ പോയി പാട്ടിന്റെ ട്യൂണ് പഠിച്ചെന്നേ ഉള്ളൂ. ഈ പാതിരിമാരിൽ അമാനുഷ്യമായ യാതൊരു നന്മയുമില്ല, അമാനുഷ്യമായ ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഈ സഭ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൊടുംപാവം കൂടി കൂട്ടത്തിൽ ചേർത്താ കൊള്ളാം. സഭ ബോധപൂർവം ചെയ്യുന്ന ഏറ്റവും ഒരു കൊടിയ പാപമാണ് ഒരു പാപി മാനസാന്തരപ്പെടാൻ അവൻ അനുവദിക്കാതെ അവന്റെ തലയിൽ അച്ഛൻ കൈ പിടിച്ച് തലേദിവസം കൊച്ചമ്മയുടെ പെടലിക്ക് പിടിച്ച കൈയാണിത്. ആ കൈ ഇവന്റെ തലയെ വെച്ച് പ്രാർത്ഥിച്ച് അവന് കുർബാന കൊടുക്കുക. സുനിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയ, ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ ആ മുടിയനായ പുത്രൻ അപ്പാ സ്വർഗത്തോടും നിന്നോടും ഞാൻ പിഴ ചെയ്തു എന്ന് ഞാൻ അനുവദിക്കാതെ ഇവന്മാര് പ്രാർത്ഥിക്കുക. ഇവൻ പ്രാർത്ഥിച്ച എന്റെ പാപത്തിന് മോചനം കിട്ടുമോ? അത് ഏത് കൈയാ? ഇന്നലെ രാത്രിയില് കൊച്ചമ്മയുടെ പടലേക്ക് പിടിച്ച കൈയായത്. അത് തന്നെയല്ല, ഇപ്പൊ കൊച്ചമ്മമാരെല്ലാം കൂടെ ഒരു അടിയന്തര മീറ്റിംഗ് കൂടി. അവരെ കൊച്ചമ്മയെന്ന് വിളിക്കുന്നവർക്കിപ്പോ ഒരു അവഹേളന പോലെ. കൊച്ചെന്നുള്ള വിളി എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട വിളി പോലെ ഒരു വല്യമ്മയെന്ന് വിളിക്കണമെന്നായി. അല്ല, ഇവര് വളർത്തുന്ന പട്ടിക്കും റവറൻ ഡോഗ് എന്ന് വിളിക്കണം.
അച്ഛന്മാരുടെ പട്ടിക്ക് മറ്റുള്ള പട്ടിയേക്കാൾ പ്രത്യേകതയുണ്ട്. പട്ടി എന്ന് പറയുന്നത് ഡോഗ് നായെന്നേ പറയാവൂ. റവറൻ നായെന്ന് അവരെ സംഭവം ചെയ്യണം. അതായത് ഷെമോൻ റംബാൻ എന്ന് പറഞ്ഞൊരു റംബാൻ ഉണ്ടല്ലോ, 82-കാരൻ. നമ്മൾ വാർത്ത കൊടുത്ത് അവനെ കാക്കനാട് ജയിലിൽ പിടിച്ചിട്ടെ. അവന് മറ്റേ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസില് അവന്റെ FIS ഫസ്റ്റ് ഇൻഫർമേഷൻ മറ്റേ FIS-നകത്ത് പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുകയാണ് വെരി റെവറന്റ് ഷെമോൻ റംബാൻ 10 വയസ്സുകാരെ പീഡിപ്പിച്ചു എന്ന്. അത് വെറും പീഡനമല്ല, പരിശുദ്ധ റെവറന്റ് പീഡനമാണ്. റെവറന്റ്, അത് എപ്പിസ്കോപ്പൽ പീഡനം പുരോഹിതന്മാർ ചെയ്യുന്നതല്ലേ. അതും വെറും പീഡനമല്ല, ദുഃഖവെള്ളിയാഴ്ച നാളെ പിറ്റേ ദിവസം ചൊല്ലേണ്ടി ഞങ്ങൾ ആത്മത്തിനതിനാലേ രക്ഷയുണ്ടായെന്ന് വിളിക്കുന്ന മിശിഹായെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പറയുന്ന അന്ന് രാത്രിയിലാണ് ഈ ഷെമോൻ ഈ പെണ്ണിനെ അത് ഭക്ഷണം കൊണ്ടുവന്ന കുഞ്ഞിന്റെ കൈക്ക്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, അവന് 79 വയസ്സുണ്ട്. കുറിച്ച് എനിക്ക് പിന്നെ നേരിട്ട് അറിയാം. അവനിപ്പോ ഇവിടെ തുമ്പോണ് വൈദ്യസദനത്തിലുണ്ട്. ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന വൃദ്ധകളെ പോലും ഇവൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടെന്നേ. ഇവനെ 10-32 വയസ്സുള്ള ഒരു പെണ്ണുണ്ട്. ഇവനൊരു മകളുണ്ട്. അത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അതൊക്കെ കർമ്മയിൽ തയ്യാറായി എന്നുള്ള അറിവാ. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതിന്റെ വളർത്തപ്പൻ പരസ്യമായിട്ടാണ് 1-ാം തീയതി വന്ന് ഈ ചെലവ് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ശ്രീവാദാസന്മാർക്ക് വേണ്ടി പാവങ്ങൾ കൊടുക്കുന്ന സംഭാവന എടുത്ത ഇതിന് കൊടുത്തുകൊണ്ടിരുന്നേ. പരിശുദ്ധാത്മാവല്ല ഈ സമൂഹത്തെ നടത്തുന്നത്, സഭയല്ലിത്. ഇതൊരു സമൂഹമാണ്. ഇതിനെ നടത്തുന്ന പരിശുദ്ധാത്മാവല്ല. ഇതൊരു ലിമിറ്റഡ് കമ്പനിയാണ്. ഈ അംബാനിയുടെ കമ്പനി പോലെ ഒരു കമ്പനിയാണ്. ഇതിന് കുറെ കോളേജും സ്കൂളും ഹൈസ്കൂളും കുറെ ലോഡ്ജ്, ഇപ്പൊ വേണ്ട ഹോട്ടലുകൾ വരെ തുടങ്ങുന്നുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ വരെ തുടങ്ങുന്നുണ്ട്. ഇത് ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളും അതിന് കുറെ ഷെയറുകാരും അതിൽ കുറെ മെത്രാന്മാരും ഇതെല്ലാം കൂടെ കൂടി ഇതൊരു ലിമിറ്റഡ് കമ്പനിയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ മണവാട്ടി സഭ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രകൃതിയെ ദൈവം സംരക്ഷിച്ചോളൂ. ഇത്രയും നാള് ദൈവം സംരക്ഷിച്ചു. ആകാശത്തെ മഞ്ഞും മഴയും കാറ്റും വേനലും കൊണ്ട് അത് വളർന്നോളും. ശലോമോനെ കുറിച്ച് യേശുക്രിസ്തു ഒരു വാക്ക് പറയുന്നുണ്ട്, തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്, മലമ്പ്രസംഗത്തിൽ. ശലോമോൻ പോലും അവന്റെ മഹത്വത്തിൽ ഒരുങ്ങി ചമഞ്ഞാൽ. ശലോമോൻ പോലും എന്ന് പറഞ്ഞാൽ രാജാവല്ലേ അവൻ. മണിക്കൂർ വെച്ച് ഡ്രസ് മാറി തങ്കക്കുറി തൊട്ട് നടക്കുന്ന ശലോമോൻ പോലും അവന്റെ മഹത്വത്തിൽ ഒരുങ്ങി ചമഞ്ഞാൽ വയലിൽ നിൽക്കുന്ന ഈ താമരയുടെ സൗന്ദര്യം അതിന് കിട്ടുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ്. മഞ്ഞും മഴയും വേനലും കാറ്റും പൊടിയും പടർപ്പും കണ്ട് വയലിൽ നിൽക്കുന്ന ഈ താമരയുടെ സൗന്ദര്യം അതിന് കിട്ടുകയില്ല. അതുപോലെ ഈ വയലിലെ താമര അതിനുള്ള സൗന്ദര്യം അങ്ങനെ ഈ പ്രകൃതിക്ക് ഇങ്ങനെ ദൈവം സൗന്ദര്യം കൊടുത്തോളും. പ്രകൃതിയെ ഈ പൂഞ്ഞാണന്മാര് നന്നാക്കാൻ വേണ്ട, നീ തന്നെത്താൻ അങ്ങനെ നന്നാകുക. യേശുക്രിസ്തു പറഞ്ഞു, വൈദ്യ നീ നിന്നെ തന്നെ ചികിത്സിക്കുക. നിന്റെ കണ്ണിലെ കോലെടുത്തേച്ച് നീ കണ്ണെടുക്കാൻ പോകും. ആദ്യം നീ നിന്റെ ഈ കുപ്പായത്തേല് ഈ നീള കുപ്പായത്തെ വീണ കറയമ്മനെ ആദ്യം ഒന്ന് കഴുകി കളയട്ടെ. പീഡനത്തിന്റെ കറ, സഹതാപത്തിന്റെ കറ, നിരപരാധികളുടെ കറ, ഇങ്ങനെയുള്ള വിധവയുടെ വീട് വിഴുങ്ങി നടക്കാതെ നീ നിന്നെ തന്നെ നന്നാക്കുക. നീ ബൈബിളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇപ്പൊ ആവർത്തന പുസ്തകത്തില് ദൈവം വസ്തു വീതിച്ചു കൊടുത്തേക്ക് 12 ഗോത്രങ്ങൾക്ക്. അങ്ങനെ വീതിച്ചു കൊടുത്തേച്ച് കുറെ സ്ഥലം വീതി വന്നപ്പം യഹോവയായ ദൈവം മോശയോട് പറയുന്നുണ്ട്, അത് സങ്കേത നഗരമായിട്ട് അവിടെ കിടക്കട്ടെ. സങ്കേത നഗരം എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞിരിക്കുന്ന അബദ്ധവശാൽ ആരെങ്കിലും ഒരുവനെ കൊന്നു കളഞ്ഞാൽ അവന്റെ ബന്ധുക്കളുടെ കോപം കെട്ടടങ്ങുവോളം അവൻ പോയി ഒളിവിൽ താമസിക്കാൻ വേണ്ടി ഈ സ്ഥലം കിടക്കട്ടെ. അങ്ങനെ ഇപ്പോഴും ആ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ഇസ്രായേൽ ഇങ്ങനെ ഒരു ഭാഗം കിടപ്പുണ്ട്, സങ്കേത നഗരം. ഇതുപോലെ മലങ്കര സഭയ്ക്ക് ഒരു സങ്കേത നഗരമുണ്ട്, അതാണ് നിലയ്ക്കൽ ഭദ്രാസനം. പീഡനങ്ങളും മറ്റ് എവിടെയെങ്കിലുമൊക്കെയും അപവാദങ്ങളും കേസും വഴക്കും ഒക്കെ ഉണ്ടാകുന്ന പുരോഹിതന്മാരെ മുഴുവനും നീക്കുവതും ഇവിടെ സംരക്ഷിക്കും. പാലും മുട്ടയും കൊടുത്ത് ഇവിടെ സംരക്ഷിക്കും. അവർക്ക് പാർക്കാൻ പ്രത്യേക ഒളിവിടങ്ങൾ ഇവിടെ ഉണ്ട്. ആളുതാമസമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഈയിടെ കുറെ സ്ഥലം വാങ്ങിച്ചിട്ട് അത് ഗവൺമെന്റ് അത് തിരിച്ചു പിടിച്ചെടുത്തു. ഫോറസ്റ്റുകാർ തിരിച്ചു പിടിച്ചെടുത്തു. 5 കുഴി, റാന്നി 5 കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിപ്പോ കോടതി കേസ് കിടക്കുക സ്ഥലത്തിന് വേണ്ടി. നീക്കോദിമോസ് കാശ് കൊടുത്ത് വാങ്ങിയതാ, പക്ഷെങ്കിൽ അത് പുറമ്പോക്കാണ്, ആധാരമില്ല, പട്ടയമില്ല എന്നുള്ളത് ഫോറസ്റ്റുകാർ തിരിച്ചു പിടിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ സഭയിലുള്ള കൊള്ളരായ്മ കാണിക്കുന്നതിനെ മുഴുവൻ ഇവിടെ പോറ്റുന്നുണ്ട്. അതിൽ 1-2 പേരുടെ പേര് വേണേൽ പറഞ്ഞു കൊടുക്കാം. ഗീവറീസ് കാഞ്ഞിക്കാവൻ മൈലപ്ര ആശ്രമത്തിന്റെ ഉള്ളിൽ സങ്കേതമുണ്ട് തണ്ണിത്തോട്ടില്ല, അവിടെ അവനെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട്. അവന് സെമിനാരി പോകാനായിട്ട് വരുന്നതായ നല്ലൊരു ഡോക്ടറുടെ മകനായ ഒരു പയ്യനെ അവൻ പീഡിപ്പിച്ചിട്ട് അപ്പൻ കൊണ്ട് കോടതി കേസ് കൊടുത്തിട്ട് ഇവൻ ഒളിവിൽ പോയി. 9 മാസം കഴിഞ്ഞപ്പോൾ തിരികെ വന്ന് നീക്കോദിമോസിനെ അതെന്താണ് നീക്കോദിമോസ് ഇവിടെ കൊണ്ടുവന്നവനെ പാർപ്പിച്ചിട്ടുണ്ട്. അവന് ജലവിനും കൊടുത്തോണ്ടിരിക്കുക. പള്ളിയിലെങ്കിലും അവനെ പ്രവേശിപ്പിക്കുന്നില്ലല്ലോ, അവന് ജലവിനും കൊടുത്തോണ്ടിരിക്കുക നീക്കോദിമോസ്. ഇങ്ങനെയുള്ള ഒരുപാട് വൈദികരോടുണ്ട്. ഒരുപാട് വൈദികരെ ഇവിടെ സംരക്ഷിക്കും. ഈയിടെ ഒരു വൈദികനെ ക്രിസ്തുമസിന് കൊടുത്ത കാശ് കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് 30,000 രൂപ കൊടുത്ത് കുറഞ്ഞു പോയെന്നും പറഞ്ഞ്
ട്രസ്റ്റിയുടെ മുഖത്ത് പൈസ എടുത്തെറിഞ്ഞു. അവനെ ബാവാതിരുവിനെ അവനെ 6 മാസത്തേക്ക് മുടക്കി. പക്ഷെ നീക്കോദിയോസ് ഇപ്പോൾ അവനെ അച്ഛനില്ലാന്നും പറഞ്ഞ് ഓരോ പള്ളികളിലേക്ക് ഒറ്റ കുർബാനയ്ക്ക് വിടുന്നുണ്ട്. ഈ സങ്കേത നഗരം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന ദേഹിയെ മുഴുവൻ, പുരോഹിത ദേഹിയെ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു ഭദ്രാസനമാണ് ഈ നിലയ്ക്കൽ ഭദ്രാസനം. വേറെ വൈദികർ ഒരുപാട് പേരുണ്ട്. പലരും ഇവിടെ നിന്ന് നാട് വിട്ടിട്ട് കേസുണ്ടായിട്ട് പോയിട്ടുണ്ട്. പോക്സോ കേസിൽ പ്രതിയായവരുണ്ട്. ആത്മീയമായൊരു നന്മയ്ക്ക് ഈ നീക്കോദിമോസിന് കഴിയുന്നില്ല. അതിനും പ്രത്യേക ഒരു കാര്യമുണ്ട്. അത് പിന്നെ പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. 10 മക്കളുള്ള കൂട്ടത്തിൽപ്പെട്ടവനായി നീക്കോദിമോസ്. അപ്പൊ അത്രയും പുള്ളിങ് പവറുള്ള മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ച മകനോ മകളോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇവനെ പിന്നെ ഈ കഷ്ടകാലത്ത് ഈ ലിമിറ്റഡ് കമ്പനിക്കാരെന്ന് പറഞ്ഞ സഭ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനിക്കാർ ഇവനെ മെത്രാനാക്കിയെന്നുള്ളൂ. മെത്രാനായാലും വേറൊരു വകുപ്പുണ്ട്. ഇതിനെതിരെ നിന്ന ബദനിയിലെ അച്ഛനായിരുന്നു. പുള്ളിക്ക് ഒരു മകളുണ്ട്. ഇവന് 2 മക്കളുണ്ട്. ഈ 2 മക്കളുള്ള പുള്ളിയെ ജയിപ്പിച്ചു വിട്ടു സഭ. മറ്റവന് കഴിവില്ല എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.